നമസ്കാരം. ആറാമിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിൽ ബി എന്ന വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഉപയോഗിക്കാം എന്ന് പഠിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിവിടെ എഴുതിയ ഈ ഒരു വാചകം നിങ്ങൾ നോക്കൂ. ഞാൻ ഒരു പേഴ്സ് വാങ്ങി. എന്താ വാചകം? ഞാൻ ഒരു പേഴ്സ് വാങ്ങി. ഇതിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാങ്ങി എന്നുള്ളത് എന്ത് ടെൻസിലാണ്? കഴിഞ്ഞു പോയ കാര്യമാണ്. സോ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? വാങ്ങുക എന്നുള്ളതാണ് വേർബ്. BUY ബൈ ആണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് BOUGHT ബോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഐ ബോട്ട് എന്താ വാങ്ങിച്ചത്? ഒരു പേഴ്സ്. സോ ഐ ബോട്ട് എ പേഴ്സ്. ഐ ബോട്ട് എ പേഴ്സ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ വീണ്ടും ആ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. എന്നാൽ ഇനി താഴെ തരുന്ന ഈ വാചകങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഞാൻ ഒരു പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അവർ അവിടേക്ക് പോയിട്ടുണ്ട്. ഗ്രാൻഡ്മ ഉറങ്ങിയിട്ടുണ്ട്. അച്ഛൻ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ ഇതിന്? അതെ, ഈ വാചകങ്ങളെല്ലാം അവസാനിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ? എന്താണ്? ട്ടുണ്ട് എന്ന് അവസാനം വന്നിട്ടുണ്ട്. വാങ്ങിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങളെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഇതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനൊരു പ്രത്യേക റൂളുണ്ട്, അതും ഞാൻ പറഞ്ഞു തരാം. അവരവിടേക്ക് പോയിട്ടുണ്ട്, ഗ്രാൻഡ്മ ഉറങ്ങിയിട്ടുണ്ട്, അച്ഛൻ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള മലയാളം വാചകങ്ങളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കണം. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഓഫ് ദ വേർബ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കാണാത്തവർ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ എങ്ങനെ വരണം എന്നുള്ളതും കൂടി മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ മുന്നേ അയ്യോ ദേവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യോ ദേവി എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഹാവ് കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് എ വേർബ്. ഓക്കെ, ബൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബോട്ട് എന്നുള്ളത്. ബൈ, ബോട്ട്, ബോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. കാരണം സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക V3 ഫോം എന്നായിരിക്കും. വെർബിന് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം V2, തേർഡ് ഫോം V3. അതായത് ഈ V3 ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബൈ, ബോട്ട്, ബോട്ട്. മൂന്നാമത്തെ ബോട്ട് V3. അപ്പോൾ ഹാവ് പ്ലസ് ബോട്ട്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായ സെൻറ്റൻസ് എങ്ങനെയാവും? ഐ ഹാവ് ബോട്ട് എ പേഴ്സ്. ഞാനൊരു പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. യു ഹാവ് ബോട്ട് എ പേഴ്സ്. ദേ ഹാവ് ബോട്ട് എ പേഴ്സ്. വി ഹാവ് ബോട്ട് എ പേഴ്സ്. അപ്പോൾ അയ്യോ ദേവി സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? അതായത് ഹാവ് പ്ലസ് V3 ഫോം മനസ്സിലുറപ്പിക്കുക. ഇനിയോ ഷീ, ഹി, ഇറ്റ് എന്നിവ വരുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്?
ഹാസ് ഉപയോഗിക്കുക. ഓക്കെ, ഷീ, ഹി, ഇറ്റ് എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ പേര് വരുമ്പോൾ നമ്മൾ ഏതുപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം. അതായത് സിംഗുലർ സബ്ജക്റ്റിനോട് കൂടി ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതേപോലെ പ്ലൂറൽ സബ്ജക്റ്റിനോട് കൂടി ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അയ്യോ ദേവി മാത്രമല്ല, ഏതെങ്കിലും രണ്ടാൾക്കാരുടെ പേര്, രണ്ടോ അതിലധികം ആൾക്കാരുടെ പേരുകൾ വന്നാലും നമുക്ക് ഹാവ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, രാജു, അമ്മു ആൻഡ് ഗീത ഹാവ് ഗോൺ ഫോർ എ ഫങ്ഷൻ. ദേ ഹാവ് ഗോൺ ഫോർ എ ഫങ്ഷൻ. അപ്പോൾ ദേ എന്നവിടെ ഉദ്ദേശിക്കുന്നത് 3 ആൾക്കാരെയാണ്, രാജു, അമ്മു ആൻഡ് ഗീത. അപ്പോൾ അങ്ങനെ പേരുകൾ വന്നാലും നമുക്ക് എന്തുപയോഗിക്കുക? പോയിട്ടുണ്ട്, അവരൊരു ഫംഗ്ഷന് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഗോൺ ഫോർ എ ഫങ്ഷൻ എന്ന് പറയുന്നത് രാജു, അമ്മു ആൻഡ് ഗീത ഹാവ് ഗോൺ ഫോർ എ ഫങ്ഷൻ. ഓക്കെ, ഇനി ഒരാൾ മാത്രമാണെങ്കിലോ, അമ്മു ഹാസ് ഗോൺ ഫോർ ദ ഫങ്ഷൻ, ഷി ഹാസ് ഗോൺ ഫോർ ദ ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അയ്യോ ദേവി പ്ലൂറൽ സബ്ജക്റ്റാണ് എന്ന് നിങ്ങൾ ആ ഒരു ഓർഡറിൽ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ സബ്ജക്റ്റാണ്, അതിൻ്റെ കൂടെ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് വാചകങ്ങൾ തന്നാൽ അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കാം, ഹാവോ ഹാസോ വന്നു കഴിഞ്ഞാൽ V3 ഫോമാണ്, വേർബിൻ്റെ 3rd ഫോം, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല V3 ഫോം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. V2 ഫോം തന്നെയല്ല V3 ഫോം എന്നുള്ളത് മനസ്സിലാക്കാം. റെഗുലർ വേർബ്സിന് ഇംഗ്ലീഷിൽ കുറേ റെഗുലർ വേർബ്സും ഇറെഗുലർ വേർബ്സും ഉണ്ട്. അപ്പോൾ റെഗുലർ വേർബ്സ് അവസാനിക്കുന്നത് ED ചേർത്തിട്ടാണ്. അപ്പോൾ ജംപ്, ജംപ്ഡ്, ED ചേർത്തു. ജോയിൻ, ജോയിൻഡ്. ഓക്കെ, റെഗുലർ വേർബ്സ്. ഇറെഗുലർ വേർബ്സ് അവസാനിക്കുന്നത് EDയിലല്ല. ഉദാഹരണത്തിന് നമ്മൾ ഈറ്റ് എടുത്തു, ഈറ്റ് എന്നുള്ള വാക്കെടുത്തു. അപ്പോൾ ഈറ്റ് V2 ഫോം 8 ആണ്, അതിൻ്റെ V3 ഫോം 8ഡ് അല്ല, ഈറ്റൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇറെഗുലർ വേർബ് എന്ന് പറയും. അതുപോലെ ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൻ. അപ്പോൾ റെഗുലർ വേർബ്സും ഉണ്ട്, ഇറെഗുലർ വേർബ്സും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റു ക്ലാസ്സുകളിൽ. അപ്പോൾ ആദ്യം തൊട്ട് വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. അല്ലാത്തവർ മുന്നത്തെ വീഡിയോസ് ഒന്ന് കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഏത് ടെൻസിലാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസും ഹാവും നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവർ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോവുമായി വരുന്നവരെ ഗുഡ് ബൈ.